പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് പത്രോസിനോട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ശരിക്കും സ്നേഹിക്കണുണ്ടോ കർത്താവിനെ? ആലോചിച്ച് നോക്കണം. കൂടെയുള്ളവരേക്കാൾ, കൂടെയുള്ള സാധനങ്ങളേക്കാൾ, നമ്മളുടെ പൊസിഷനേക്കാൾ ഒക്കെ ഈശോയെ സ്നേഹിക്കണുണ്ടോ എന്നുള്ളത്. സെമിനാരിയിൽ വെച്ച് ആദ്യ വർഷം ചേർന്നപ്പോൾ അന്ന് നടത്തിയൊരു ടെസ്റ്റ് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10 കാര്യങ്ങൾ എഴുതാൻ പറയുന്നു. അതിനകത്ത് ഒരെണ്ണത്തിൽ പോലും 10ാമത്തേതായിട്ട് പോലും ഈശോ വരണില്ല. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ എഴുതാനായിട്ട് നിങ്ങളോട് പറഞ്ഞാൽ ആ ലിസ്റ്റിൽ 10ാമത്തേതായിട്ട് പോലും ഈശോ വരണില്ല. അങ്ങനെയുള്ള നമ്മളെ നോക്കിയിട്ടാണ് കർത്താവ് ചോദിക്കണേ, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട് കർത്താവേ എന്ന് വ്യക്തമായി ബോധ്യത്തോടുകൂടെ, ഇങ്ങനെ ദൃഢനിശ്ചയത്തോടുകൂടെ ഉറപ്പ് പറയുന്ന, ഉത്തരം പറയുന്ന ഒരു വിശുദ്ധയെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടണേ. ഇന്ന് കാഷ്യയിലെ വിശുദ്ധ റീത്തായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. മക്കളേക്കാൾ ഉപരി, ഭർത്താവിനേക്കാൾ ഉപരി, സ്വന്തം ജീവിതത്തെക്കാൾ ഉപരി കർത്താവിനെ സ്നേഹിച്ചൊരു മഹാവിശുദ്ധയുടെ തിരുനാൾ. നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഉണ്ട് കർത്താവെ, ഞാൻ മറ്റെന്തിനേക്കാളും ഉപരിയായി അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച, അതിനുവേണ്ടി സ്വന്തം പ്രിയപ്പെട്ടവരെ പോലും ഇങ്ങനെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തൊരു വിശുദ്ധ. ജീവിതം ഇങ്ങനെ സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിജാതീയനായിട്ടുള്ള, അവിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് റീത്ത വിവാഹം കഴിച്ചത്. എന്നാൽ ഈ സ്ത്രീയുടെ വിശ്വാസം കണ്ടിട്ട്, സ്വന്തം ഭാര്യയുടെ ജീവിതം കണ്ടിട്ട് അയാൾ ക്രിസ്തുവിലേക്ക് മടങ്ങുന്നത്ര ഈശോയെ സ്നേഹിച്ചിരുന്നൊരു വിശുദ്ധ. അത്രയ്ക്ക് കർത്താവിനോട് ഒട്ടിച്ചേർന്ന് ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ കൂടെ ജീവിക്കുന്ന ഒരാൾക്കും ഈശോയെ സ്നേഹിക്കാതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ അയാളെ സ്വാധീനിക്കുന്നുണ്ട്. ഈശോയിലേക്ക് അയാളും വരുന്നുണ്ട്. 2 മക്കളുണ്ടാവുന്നു. ആ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട ഈ മനുഷ്യനെ ഒരിക്കൽ ചന്തയിൽ വെച്ചിട്ട് നേരത്തെ വൈരാഗ്യമുണ്ടായിരുന്ന കുറച്ച് പേര് ആക്രമിക്കുന്നു. ആ ഒരു ആക്രമണത്തിന് അയാൾ കൊല്ലപ്പെടുന്നു. ചന്തയിലെ മരിച്ചു കിടക്കുന്ന ഭർത്താവിൻ്റെ മൃതശരീരത്തിൻ്റെ അടുത്തേക്ക് കരച്ചിലോടുകൂടെ ഓടി വരുന്ന റീത്ത അവർ വന്ന് ഇങ്ങനെ ഭർത്താവിൻ്റെ മൃതദേഹം എടുത്തു വെച്ച് കരയുന്ന നേരത്ത് തീരെ ചെറിയ 2 പിള്ളേരാണ് ഉള്ളത്. അവർ 2 പേരും കൂടെ വന്ന് അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അമ്മ, നിങ്ങൾ കരയണ്ട, ഞങ്ങളൊന്ന് വലുതായിക്കോട്ടെ, ഞങ്ങൾ വലുതായി കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്പനെ കൊന്നവരെ ഞങ്ങൾ പ്രതികാരം ചെയ്യും. ശരിക്കും ഇന്നത്തെ ഒരു സിനിമാറ്റിക് വെർഷനൊക്കെ ആണെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് ഇന്ന് കൈയടിക്കുന്ന ഡയലോഗാണ് മക്കൾ പറയണേ. ഞങ്ങളൊന്ന് വലുതായിക്കോട്ടെ, ആരാണോ നിങ്ങളുടെ അപ്പനെ കൊന്നേ അവനെ ഞങ്ങൾ പ്രതികാരം ചെയ്യും, അമ്മയുടെ കണ്ണീരിന് ഞങ്ങൾ കണക്ക് ചോദിക്കും എന്ന് പറയണേ. അവിടെ ഇങ്ങനെ അഭിമാനത്തോടുകൂടെ നിൽക്കേണ്ടതിന് പകരം ദൈവത്തെ കൂടുതലായി സ്നേഹിച്ചിരുന്ന, മറ്റെന്തിനേക്കാളും എതിരെ ഈശോയോടുള്ള സ്നേഹത്തിൽ നിറഞ്ഞിരുന്ന റീത്താമ്മ ഇങ്ങനെ ആകാശങ്ങളിലേക്ക് നിറമിഴികളിലൂടെ കണ്ണുകൾ ഉയർത്തുന്നുണ്ട്. എന്നിട്ട് ഈശോയോട് പറയുന്നുണ്ട്, കർത്താവെ, ഇവരെ അങ്ങെനിക്ക് തന്നതാണ്, ഈ 2 മക്കളെ അങ്ങെനിക്ക് തന്നതാണ്. അങ്ങ് തന്ന ഈ മക്കളെ വിദ്വേഷത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും അകറ്റി അങ്ങയുടെ മക്കളാക്കി ഇങ്ങനെ വളർത്താൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇവരുടെ ജീവനെ നീ തിരിച്ചെടുത്തോളൂ. ഒരമ്മ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത ക്രൂരമായിട്ടുള്ള പ്രാർത്ഥനയാണെന്നൊക്കെ നമുക്ക് ആദ്യം തോന്നുന്നുണ്ട്. എന്തൊരു പ്രാർത്ഥനയാണ് അമ്മ പ്രാർത്ഥിക്കുന്നത്! 2 കുഞ്ഞുങ്ങളെ തിരിച്ചെടുത്തോളാനാണ് പറയണേ, അവരുടെ ജീവിതത്തെ തിരിച്ചെടുത്തോളാനാണ് പറയണേ. പക്ഷേ ഒന്നിരുന്ന് ആലോചിച്ച് മനസ്സിലാവും, വെറുപ്പിലും വിദ്വേഷത്തിലും ജീവിക്കുക എന്നുള്ളത് മരണത്തേക്കാൾ ഭയാനകമായിട്ടുള്ള കാര്യമാണ്. വെറുപ്പിലും വിരോധത്തിലും ഒരാൾ ജീവിക്കുക. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ വെറുപ്പിൽ നിന്നും വിരോധത്തിൽ നിന്നും അകറ്റി അങ്ങയുടെ മക്കളാക്കി വളർത്തിക്കൊണ്ടുവരാനായിട്ട് എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ മക്കളുടെ ജീവനെ അങ്ങ് തിരിച്ചെടുത്തോളുക. ചിലപ്പോൾ ഈ മക്കള് ഈ അപ്പൻ്റെ കൊലപാതകം കണ്ട് മനസ്സ് മരവിച്ച് വളർന്നു വരുമെന്ന് തോന്നിയത് കൊണ്ടാവാം ഈ അമ്മയുടെ പ്രാർത്ഥന സ്വർഗം കൈക്കൊള്ളുന്നത്. അടുത്തുണ്ടായ ഒരു പകർച്ചവ്യാധിയിൽ ഈ 2 മക്കളുടെയും ജീവനില്ലാതാവും. 2 മക്കളും മരിച്ചു പോകുന്നുണ്ട്. ആലോചിച്ച് നോക്കിയേ, മക്കളേക്കാൾ കൂടുതലായി ദൈവത്തെ സ്നേഹിച്ചൊരമ്മ മക്കളെ തിരിച്ചെടുത്തോളാനാണ് പറയണേ. അങ്ങയെ സ്നേഹിച്ച് വളർത്താൻ പറ്റണില്ലെങ്കിൽ കർത്താവേ, മക്കളെ തിരിച്ചെടുത്തോ. നീ ഇവയേക്കാൾ അധികം എന്നെ സ്നേഹിക്കണുണ്ടോ?
കർത്താവ് നമ്മളോട് ചോദിക്കുമ്പോൾ കാശ്യയിലെ വിശുദ്ധ റീത്തയെ കണക്ക് പിന്നീടുള്ളവരുടെ ജീവിതം കാണണം. ഭർത്താവും മക്കളും പോയതിന് ശേഷം പിന്നെ കർത്താവ് മാത്രം മതി എന്ന് പറഞ്ഞു. ഒരു തവണ നമ്മൾ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള രീതികളിൽ പോയതാണ്, ഇനിയില്ല. ഇനി കർത്താവിന് വേണ്ടി മാത്രം ജീവിതം എന്ന് പറഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചൊരു ഒരു കന്യാസ്ത്രീ. കർത്താവേ, ഞങ്ങൾ എത്രമാത്രം അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് അങ്ങ് ചോദിച്ചാൽ തലകുനിച്ച് നിൽക്കാനല്ലാതെ ഒന്നിനുമാവാത്ത പാവപ്പെട്ട മനുഷ്യരാണ് ഞങ്ങൾ. ഈ വിശുദ്ധയുടെ മധ്യസ്ഥ്യം വഴിയായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കാൾ അധികമായി, ഞങ്ങളുടെ പ്രൊഫഷനേക്കാൾ അധികമായി, പണത്തേക്കാൾ അധികമായി, മറ്റെന്തിനേക്കാളും ഞങ്ങളുടെ ജീവനേക്കാളും അധികമായി അങ്ങയെ സ്നേഹിക്കാൻ വേണ്ട കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കണം. അതല്ലെങ്കിൽ പിന്നെ എന്ത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കണേ? സ്വന്തം ജീവനേക്കാൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരുടെ തലക്കെട്ടാണ് ക്രിസ്ത്യാനി എന്നുള്ളത്. തമ്പുരാനെ, അതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയേക്കാൾ അധികം ഒന്നും എൻ്റെ മനസ്സിൽ ഇടം പിടിക്കാതിരിക്കട്ടെ എന്ന വലിയ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഞാൻ ഏറ്റവും അധികം ഈ ലോകത്ത് സ്നേഹിക്കുന്ന എൻ്റെ തമ്പുരാന്റെ തിരുക്കരങ്ങളിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കാനായി മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്ത് മനോഹരമായത് എന്ത് കണ്ടാലും ആ മനോഹരമായതിനെ സൃഷ്ടിച്ചവനെ ആരാധിക്കുകയും അവനോടുള്ള സ്നേഹം കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മൾ സൃഷ്ടികളെ കാണുമ്പോൾ, മനോഹരമായത് കാണുമ്പോൾ അതിലിങ്ങനെ മനസ്സ് സ്റ്റക്കായി പോകും. അതിനുമപ്പുറത്ത് ഇത്ര മനോഹരമാണ് സൃഷ്ടിയെങ്കിൽ സൃഷ്ടാവ് എത്രമാത്രം മഹോന്നതനായിരിക്കുമെന്ന് ആലോചിച്ച് അവനെ സ്നേഹിച്ചു തുടങ്ങാനായിട്ടുള്ള വരം തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്കുറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,